സ്നേഹിതരെ, ചിന്തിക്കാതിരിക്കൂ, പണം ലാഭിക്കൂ. ചിന്തിക്കാതിരിക്കൂ, പണം ലാഭിക്കൂ. അയ്യോ, അതെന്താ? സാധാരണയായിട്ട് ചിന്തിക്കൂ, എന്നാലല്ലേ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. സാധാരണയായിട്ട് അങ്ങനെയാണ്. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് വേറൊരു വ്യത്യസ്തമായൊരു ചിന്തയുടെ കാര്യമാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതായത് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കുക, പർച്ചേസ് ചെയ്യുക. അവരുടെ ചിന്ത എപ്പോഴും പർച്ചേസിനെ കുറിച്ചാണ്. എന്ത് കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചാലും ചിന്തിപ്പിക്കാൻ ശ്രമിച്ചാലും അവർക്കൊറ്റ ചിന്തയേ ഉള്ളൂ, പർച്ചേസ് ചെയ്യുക. കടയിൽ പോയി കഴിഞ്ഞാലോ ആവശ്യമില്ലാതെ ഒത്തിരി സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഇനി അതല്ല വീട്ടിൽ ഇരുത്താമെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് കണ്ടമാന സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഈ സാധനങ്ങൾ വരുന്നത് വരെ അവർക്ക് ആവേശം, വന്നു കഴിഞ്ഞാലുള്ള ആവേശം കഴിഞ്ഞു, പിന്നെ നോക്കുന്നില്ല. അത് ശരി. ഇതൊരു തരം മാനിയയാണ്, ഒരു ഉന്മാദാവസ്ഥ. അതായത് ഇതിന് ഷോപ്പിംഗ് മാനിയ എന്ന് പറയും, ഒനിയോ മാനിയ എന്നുണ്ട്. പിന്നെ ഇതൊരു തരം അഡിക്ഷനാണ്, ഷോപ്പിംഗ് അഡിക്ഷൻ. അതായത് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുക. അഡിക്ഷൻ പല വിധത്തിലുണ്ടല്ലോ, അതിലൊരു അഡിക്ഷനാണ്. ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാമല്ലോ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതില്ലാതെ വയ്യ എന്നൊരു ചിന്ത. അതെ, അപ്പോൾ പലതരത്തിലുള്ള അഡിക്ഷൻ ഉണ്ട്. അതെല്ലാം ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതില്ലാതെ വയ്യ എന്ന ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടെങ്കിൽ അതൊരു അഡിക്ഷൻ ആണെന്ന് പറയാം. ഇവിടെ ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസിനോടുള്ള അഡിക്ഷൻ. ഇതിന് പ്രധാനമായിട്ടും 3-4 ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ശ്രീമാനും അദ്ദേഹത്തിൻ്റെ ശ്രീമതിയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ ഈ ശ്രീമതിക്ക് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടണം എന്നുള്ള ചിന്തയാണ് എപ്പോഴും ഉള്ളത്. കടയിൽ പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആവശ്യമില്ലാത്തത്ര അളവിൽ വാങ്ങി വെക്കും. മാത്രമല്ല വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഓൺലൈനായിട്ടും സാധനങ്ങൾ വാങ്ങിച്ചു വെക്കും. ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടോ ഇല്ലയോ, അല്ലെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ പ്രശ്നമല്ല. വാങ്ങിച്ചു കഴിയുമ്പോൾ അതിനോടുള്ള ആ ഒരു ത്വര അതങ്ങ് മാറും. പക്ഷെ വീണ്ടും അടുത്തത് വാങ്ങിക്കുക, അല്ലാതെ ഈ വാങ്ങിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം, അത് പ്രയോജനപ്പെടുത്താമോ, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അതാണ് ആ ഹസ്ബൻഡും വൈഫും കൂടെ വന്നപ്പം ആ ഹസ്ബൻഡ് പറയുന്ന ഒരു രീതി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിംഗ് അഡിക്ഷന്റെ 5 ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ആ 5 ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. എല്ലാ സാധനങ്ങളും ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടുക, പണത്തിനെ കുറിച്ച് യാതൊരു വിധ രീതിയിലുള്ള ചിന്തയില്ല. വാങ്ങിച്ച് കഴിയുമ്പോൾ ഇത് വാങ്ങിച്ചു പോയല്ലോ എന്നൊരു ഖേദം വരിക. ആ ഖേദം വന്നു കഴിഞ്ഞാൽ, സങ്കടം വന്നു കഴിഞ്ഞാൽ എന്നാ വാങ്ങിക്കാതിരിക്കുമോ? അതില്ല, വീണ്ടും അടുത്തത് വാങ്ങിക്കുന്നതിനെ കുറിച്ചായിരിക്കും. അതുപോലെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ നമ്മൾ വിചാരിക്കുന്നു, ബോറടി തോന്നുമ്പോൾ, അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ, എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ തോന്നുമ്പോഴൊക്കെ എന്താ ചിന്ത, പർച്ചേസ് ചെയ്തേക്കാം. മാത്രമല്ല ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് അതങ്ങ് മറച്ചു വെക്കും, അത് കാണിക്കത്തില്ല മറ്റുള്ളവരെ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അവിടെ കാണുന്നത്. ഏറ്റവും വലിയ പ്രശ്നം ഇതിന് വേണ്ട സാമ്പത്തികം പൈസ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുക. ഇതെങ്ങനെ പൈസ പോകുന്നു, എത്ര പോകുന്നു എന്നതിനെ കുറിച്ച് ഈ ആള് ചിന്തിക്കുന്നേ ഇല്ല. അതാണ് എൻ്റെ അടുത്ത് വന്ന ആ സുഹൃത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പം ഞങ്ങളത് സംസാരിച്ചു. ഇത് വലിയ പ്രശ്നമൊന്നുമല്ല, ഇത് മാറ്റിയെടുക്കാവുന്ന ഒരു ചിന്തയാണ്. ഇത് കൃത്യമായ രീതിയിൽ ചിട്ടയോടുകൂടിയുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്താൽ ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഈ ചിന്ത, ഏത് ചിന്ത, പർച്ചേസ് ചെയ്യണം എന്നുള്ള ചിന്ത മാറ്റൂ. അതുകൊണ്ടാണ് ചിന്തിക്കാതിരിക്കൂ എന്ന് പറഞ്ഞത്. ചിന്തിക്കാതിരിക്കൂ, പണം ലാഭിക്കൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഇപ്പൊ ആ ഹസ്ബൻഡും വൈഫും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു വാങ്ങിക്കണം എന്നുള്ള ആ ഒരു ത്വര, അഡിക്ഷൻ അതങ്ങ് മാറിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമസ്കാരം. നമസ്കാരം.